സംഘർഷങ്ങൾ ആളിക്കത്തുന്ന മണിപ്പൂരിൽ കൊല്ലപ്പെട്ട 3 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. വെടിയേറ്റാണ് മരിച്ചതെന്നും നിരവധി ബുള്ളറ്റുകൾ തുളഞ്ഞുകയറിയെന്നും റിപ്പോർട്ടിലുണ്ട്. ജിരിബാമിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് കാണാതായവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രദേശത്ത് നിരോധനാജ്ഞ തുടരുകയാണ്. കലാപങ്ങൾ തുടർ പരമ്പരയായ മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസം കാണാതായവരിൽ 3 പേരുടെ മൃതദേഹം നദിയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് നിരവധി ബുള്ളറ്റുകൾ തുറഞ്ഞു കയറിയെന്ന കണ്ടെത്തലുള്ളത്. ജിരിബാമിൽ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് കാണാതായ 6 പേരിൽ 3 പേരുടേതായി പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണ്. കൊല്ലപ്പെട്ട 3 വയസ്സുകാരന് താടിയെല്ലിനാണ് വെടിയേറ്റത്. മുഖത്തു നിന്ന് കണ്ണുകൾ അടർന്നു മാറി. കുട്ടിയുടെ 25 വയസ്സുള്ള അമ്മയുടെ ശരീരത്തിൽ നിന്ന് 2 വെടിയുണ്ടകളും 60കാരിയായ മുത്തശ്ശിയുടെ ശരീരത്തിൽ നിന്ന് 5 വെടിയുണ്ടകളും പോസ്റ്റ്മോർട്ടത്തിനിടെ ലഭിച്ചു. ലഖിംപൂരിലെ നദിയിൽ നിന്നാണ് 3 ശരീരങ്ങളും കണ്ടെത്തിയത്. തുടർന്ന് സിൽച്ചാർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. നവംബർ 11-നാണ് സായുധധാരികളായ നാട്ടുകാരും സുരക്ഷാ സേനയും തമ്മിൽ വെടിവെപ്പുണ്ടായത്. ഇതിൽ 11 നാട്ടുകാർ കൊല്ലപ്പെട്ടിരുന്നു. ബോരാം ബക്രിയിൽ കുക്കി വിഭാഗം CRPF ക്യാമ്പ് ആക്രമിച്ചതാണ് പ്രകോപനമെന്നാണ് പോലീസ് പറയുന്നത്. 11 പേരുടെ മരണത്തിന് പിന്നാലെ പോലീസ് സ്റ്റേഷന് സമീപത്തെ ക്യാമ്പ് മറ്റൊരു സംഘം ആക്രമിച്ചു. 3 സ്ത്രീകളെയും 3 കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി. ഇതിൽ 3 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയത്. 3 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കുക്കി വിഭാഗക്കാരാണ് അക്രമം നടത്തിയെന്ന് പ്രചാരണം നടന്നിരുന്നു. 3 ഗ്രൂപ്പുകളിലായി വന്ന സായുധ സംഘം അക്രമം അഴിച്ചുവിട്ടെന്നാണ് പോലീസ് ഭാഷ്യം. ഈ മേഖലയിലെ മേത്തി വിഭാഗക്കാർ ക്യാമ്പുകളിൽ തന്നെയാണ് കഴിയുന്നത്. ഇവർക്കിടയിലുള്ള സംഘർഷം തുടരുകയാണ്. കലാപം രൂക്ഷമായതിനാൽ ജിരിബാം അടക്കമുള്ള മേഖലയിൽ പ്രത്യേക സൈനിക നിയമത്തിന്റെ പരിധിയിലാണ് നടപടികൾ തുടരുന്നത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.